മോർണിംഗ് കൂട്ടുകാരെ. ഇന്നലെ രാത്രി മുഴുവനും മഴയായിരുന്നു കേട്ടോ. രാവിലെയൊക്കെ ആയപ്പോഴേക്കും ഏകദേശം ഒന്ന് മഴയൊക്കെ തോർന്നിട്ടുണ്ട്. ഇപ്പൊ സമയം ഒരു 6:15 6:30 ആകാനായിട്ടുണ്ട് കേട്ടോ. നല്ല മഴയായിരുന്നു രാത്രി മുഴുവനും. ഈ വീട്ടിലുള്ള 6 പേരുടെ ജീവിതത്തിൽ നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മുടെ ഓരോ വ്ലോഗിലും നിങ്ങൾക്ക് മുന്നോട്ട് കാണാൻ കഴിയുക കേട്ടോ. ഇത് ഞങ്ങളുടെ കൊച്ചു കിടപ്പുമുറിയാണ് കേട്ടോ. ഞങ്ങളുടെ ലോകം എന്ന് തന്നെ പറയാം. രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ എന്റെ ആദ്യത്തെ ഒരു ശ്രമം എന്ന് പറയുന്നത് ഏറ്റവും വൃത്തിയായിട്ട് നമ്മുടെ ബെഡ്റൂം വൃത്തിയായിട്ട് വിരിച്ച് കിടക്കൊക്കെ വിരിച്ച് അതേപോലെ നല്ല ഭംഗിയാക്കി വെക്കുക. എന്നിട്ട് ഈ ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണ് നമ്മൾ നേരെ കിച്ചണിലേക്ക് പോകുന്നത് കേട്ടോ. ഈ നെരിപ്പോട് മാത്രം ഒരു ഡിം ലൈറ്റും ഈ റൂമിൽ അങ്ങനെ കത്തിക്കണ്ടിരിക്കും. നമ്മൾ ചായയൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് ഞാൻ അതുവരെ. അപ്പം എന്റെ മനസ്സിലെ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്റെ മനസ്സിലുണ്ടാകുന്ന ഡീപ്പായിട്ടുള്ള ചിന്തകൾ തന്നെയാണ് കേട്ടോ. അവിടെ വാദിയും പ്രതിയും ജഡ്ജും ഒക്കെ ഞാൻ തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ തോന്നുന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ച് വളരെ മനോഹരമായ ഈ ഒരു ദിവസം നമുക്കങ്ങ് തുടങ്ങാം. ഇന്നെന്റെ മനസ്സിലേക്ക് വന്ന ചിന്ത റിഗ്രറ്റിനെ കുറിച്ചാണ് കേട്ടോ. ഒരു തെറ്റിന്റെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് പശ്ചാത്താപമാണ് അല്ലെ. നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾക്ക് ലോകം ശിക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സ് നമ്മളെ ശിക്ഷിക്കാൻ തുടങ്ങും അല്ലെ. ഒരു തെറ്റ് ചെയ്ത നിമിഷം അത് ചെറുതായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ആ തെറ്റിന്റെ ഓർമ്മ മനസ്സിൽ വീണ്ടും വീണ്ടും വരും. രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അന്ന് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അവരെ അങ്ങനെ വേദനിപ്പിക്കേണ്ടിയിരുന്നില്ല, ആ അവസരം ഞാൻ നഷ്ടപ്പെടുത്തരുതായിരുന്നു എന്ന ചിന്തകൾ മനസ്സിനെ തിന്നുകൊണ്ടേ ഇരിക്കും അല്ലെ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മകൻ അമ്മയോട് ദേഷ്യത്തിൽ വളരെ മോശമായിട്ട് സംസാരിച്ചു എന്ന് കരുതുക. അമ്മ ഒന്നും പറയാതെ സഹിച്ചു. പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അമ്മ മരിച്ചുപോയി. ഇനി ആ മകന് സോറി പറയാൻ പോലും അവസരമില്ല. അവന്റെ ജീവിതം മുഴുവൻ ആ ദിവസത്തെ ഓർത്ത് വിഷമിക്കും. അവനെ ശിക്ഷിക്കുന്നതിന് ഇനി ആരുമില്ല, അമ്മ ഓൾറെഡി മരിച്ചുപോയി. അവന്റെ സ്വന്തം മനസ്സാണ് ഇനി അവനെ ശിക്ഷിക്കുക അല്ലെ. അതാണ് റിഗ്രറ്റ്. ഷേക്സ്പിയറിന്റെ മാക്ബെത്ത് കൃതിയിൽ അധികാരത്തിന് വേണ്ടി വലിയ പാപം ചെയ്യുന്നു, കൊലപാതകം ചെയ്യുന്നു. അതിനുശേഷം അവൻ തിരിച്ചറിയുന്ന ഒരു വലിയ സത്യമാണ്, എന്റെ കയ്യിലെ രക്തക്കറ വെള്ളം കൊണ്ട് കഴുകാം, പക്ഷെ എന്റെ മനസ്സിലെ കുറ്റബോധം കഴുകാൻ കഴിയില്ല. ഇതാണ് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. പുറത്തെല്ലാം സാധാരണ പോലെ കാണാം, പക്ഷെ ഉള്ളിലെ കുറ്റബോധം നമ്മളെ കാർന്നു തിന്നുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്ന് അറിയാമോ? ചില മുറിവുകൾക്ക് മരുന്നുണ്ട്, ചില നഷ്ടങ്ങൾക്ക് പകരമുണ്ട്, പക്ഷെ ചില തെറ്റുകൾക്ക് രണ്ടാമതൊരു അവസരം കിട്ടണമെന്നില്ല. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം. കോപത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ വേദനിപ്പിക്കരുത്. കാരണം പിന്നീട് സോറി പറയാൻ ചിലപ്പോൾ ആ മനുഷ്യനുണ്ടാകണമെന്നില്ല. ഒരുപാട് ആലോചിച്ച് ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആന കുത്തിയാലും ഞാൻ ആ തീരുമാനത്തിൽ നിന്ന് ഒരടി മുന്നോട്ട് പോകാറുമില്ല. ശക്തമായ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നത് നമ്മൾ ചെയ്ത ചില തെറ്റുകളെ ഓർത്തൊക്കെ ആയിരിക്കും അല്ലെ. അങ്ങനെ നമ്മളിൽ പലരും, ഞാനും നിങ്ങളും ഒക്കെ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് വിഷമിക്കാറുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പശ്ചാത്താപം നമ്മളെ തകർക്കാനല്ല വരുന്നത്, നമ്മെ മാറ്റാനാണ് വരുന്നത് എന്നുള്ള കാര്യം. നമ്മൾ ആ പഴയ തെറ്റ് മാറ്റാൻ ഇനി കഴിയില്ല, പക്ഷെ ആ തെറ്റിൽ നിന്ന് പഠിച്ച പുതിയ ജീവിതം ഉണ്ടാക്കാൻ കഴിയും. ഇന്നലെ ചെയ്ത തെറ്റ് നമ്മുടെ കഥയുടെ ഒരു അവസാനമല്ല, അത് നമ്മുടെ വളർച്ചയുടെ ഒരു തുടക്കമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു നല്ല മനുഷ്യനാകാൻ, കൂടുതൽ കരുണയുള്ള ഒരാളാകാൻ, കൂടുതൽ ബുദ്ധിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ജീവിതം നൽകുന്ന ഒരു പാഠമാണ് അത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തെറ്റ് ചെയ്ത മനുഷ്യൻ പരാജിതനല്ല, തെറ്റിൽ നിന്നൊന്നും പഠിക്കാത്ത മനുഷ്യനാണ് പരാജിതൻ എന്ന് പലരും നമ്മളെ പഠിപ്പിക്കാറുണ്ടല്ലേ. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തെ ഓർത്ത് കരയാനോ ഒന്നും നിൽക്കാൻ പാടില്ല. പാഠം പഠിക്കുക, സ്വയം ക്ഷമിക്കുക, മുന്നോട്ട് നടക്കുക. അതാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം. കാരണം നമ്മുടെ ജീവിതം നമ്മളെ ശിക്ഷിക്കാനല്ല, നമ്മളെ വളർത്താനാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. പല ആളുകളും കരുതുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന നഷ്ടങ്ങളാണ് എന്നാണ്. പക്ഷെ സത്യം എന്താന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വേദന നൽകുന്നത്. ഒരാൾ നമ്മളെ വിട്ടുപോയാൽ നമുക്ക് കരയാം, ഒരു ജോലി നഷ്ടപ്പെട്ടാൽ വീണ്ടും നമുക്കത് ശ്രമിക്കാം, പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം. പക്ഷെ ഒരിക്കൽ സംഭവിച്ച ഒരു തെറ്റ് തിരിച്ചു പോയി മാറ്റാൻ നമുക്കൊരിക്കലും കഴിയില്ല. അവിടെയാണ് റിഗ്രറ്റ് എന്ന് പറയുന്നത് ജനിക്കുന്നത്. ജീവിതം നമ്മെ പഠിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ ജീവിതം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ടോ ഒക്കെ. കോപം വരുമ്പോൾ നമ്മൾ സംസാരിക്കരുത്, വേദനിക്കുമ്പോൾ തീരുമാനം എടുക്കരുത്, അഹങ്കാരം വരുമ്പോൾ ബന്ധങ്ങൾ അവസാനിപ്പിക്കരുത്. കാരണം ആ നിമിഷം കടന്നു പോകും, പക്ഷെ ആ നിമിഷത്തിൽ ചെയ്ത തെറ്റിന്റെ ഓർമ്മ വർഷങ്ങളോളം പിന്നീട് നിലനിൽക്കുകയും ചെയ്യും. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം, അന്ന് ഞാൻ കുറച്ചുകൂടി ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ, അവരെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ അവസരം ഞാൻ പേടിക്കാതെ സ്വീകരിച്ചിരുന്നെങ്കിൽ. അങ്ങനെയുള്ള ചിന്തകൾ വരുന്നത് നമ്മളൊരു മോശം മനുഷ്യനാണെന്ന് കാണിക്കുന്നില്ല, പക്ഷെ നമ്മുടെ ഹൃദയം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. കാരണം തെറ്റുകൾ തിരിച്ചറിയുന്നത് നല്ല മനുഷ്യരുടെ പ്രത്യേകത തന്നെയാണ്.
ഇങ്ങനെയുള്ള റിഗ്രറ്റുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിലൊരു അപകടം കൂടിയുണ്ട് കേട്ടോ. ചില ആളുകളെ റിഗ്രറ്റിൽ നിന്ന് പഠിക്കുന്നു, ചില ആളുകളെ റിഗ്രറ്റിൽ തന്നെ അങ്ങ് ജീവിക്കുന്നു. ഇവ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. പഠിക്കുന്നവർ മുന്നോട്ട് പോകും, പശ്ചാത്താപത്തിൽ കുടുങ്ങിയവർ പഴയ കാലത്തിന്റെ തടവുകാരാവും. നമ്മൾ ഡിപ്രഷനിലൊക്കെ പോയി അങ്ങനെ അങ്ങ് പോകും. നമ്മുടെ ദിവസം ഇങ്ങനെ ഓർത്തോർത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ജീവിതവും നാളെ കിട്ടാനിരിക്കുന്ന സന്തോഷവും എല്ലാം നഷ്ടമാകും. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കർഷകൻ ഇപ്പം വയലിൽ വിത്ത് വിതച്ചു, അതിൽ ചിലത് നശിച്ചു. ദിവസവും ആ നശിച്ചു പോയ വിത്തുകളെ മാത്രം നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ പുതിയ വിത്ത് വിതയ്ക്കാൻ സമയം കിട്ടത്തേ ഇല്ല അല്ലെ. പിന്നെ ഒരു വിളവുണ്ടാകില്ല, അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല മുന്നോട്ട്. ജീവിതം ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ ഇനിയും വളരാനുള്ള അവസരങ്ങൾ കാണാതെ പോകും അല്ലെ. നമ്മളുടെ തെറ്റുകള് നമ്മളുടെ ശത്രുക്കളല്ല, അവ നമ്മളുടെ അധ്യാപകരാണ് എന്നങ്ങ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഓരോ തെറ്റും ഒരു പാഠം പഠിപ്പിക്കാൻ വരുന്നതാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ആ പാഠം പഠിച്ചാൽ ആ തെറ്റ് വെറുതെ ആകില്ല അല്ലെ, അതൊരു ഗുണമായി തീരും. എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ നമ്മൾ എല്ലാവരും തന്നെ തെറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ തെറ്റായ ആളുകളെ നമ്മൾ വിശ്വസിക്കും, ചിലപ്പോൾ നമ്മൾ സ്നേഹിച്ച ആളുകൾ നമ്മളെ വേദനിപ്പിക്കും, ചിലപ്പോൾ ഭയം കാരണം വലിയ അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തും. പക്ഷെ ജീവിതം നമ്മളെ വിധിക്കുന്നത് തെറ്റ് ചെയ്തതിനല്ല, ആ തെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്തായി മാറി എന്നതിലാണ്. അതിനാൽ ഇന്നലെ വരെ നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി സ്വയം ശിക്ഷിക്കുന്നത് നിർത്തിയിട്ട് അതിൽ നിന്നൊരു പാഠം പഠിച്ചിട്ട് സ്വയം നമ്മൾ ക്ഷമിക്കാം, തല ഉയർത്തി തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. കാരണം നമ്മളുടെ ഏറ്റവും വലിയ തെറ്റ് പോലും നമ്മളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറ്റാൻ നമുക്ക് കഴിയും. അപ്പോൾ നമ്മളിൽ പലരും ചിന്തിക്കും, നമ്മളെ അവരൊത്തിരി വേദനിപ്പിച്ചില്ലേ എന്നുള്ളത്. ജീവിതത്തിലെ ചില മുറിവുകൾ മറ്റുള്ളവർ നൽകുന്നതാണ്, സത്യമാണ്. പക്ഷെ ചില മുറിവുകൾ നമ്മൾ തന്നെ നമുക്ക് നൽകുന്നതാണ് അല്ലെ. ആരും കാണാത്ത ഒരു കോടതി നമ്മുടെ ഉള്ളിലുണ്ട്. അവിടെ ജഡ്ജിയും നമ്മളാണ്, പ്രതിയും നമ്മളാണ്, ശിക്ഷ അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ് അല്ലെ. അതാണ് പശ്ചാത്താപം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പഠിച്ചതെന്ന് വെച്ചാല്, കഴിഞ്ഞ കാലം മാറ്റാൻ ആർക്കും കഴിയില്ല. എന്നാൽ കഴിഞ്ഞ കാലത്ത് നിന്ന് പഠിച്ച ആ ഒരു കാര്യം ഉൾക്കൊണ്ട് നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് മാറ്റാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്റെ തെറ്റുകളെ വെറുക്കുന്നില്ല. കാരണം അവയാണ് എന്നെ കൂടുതൽ പക്വതയുള്ള ഒരാളാക്കി മാറ്റാൻ പോകുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നെ വേദനിപ്പിച്ച അനുഭവങ്ങളും ഞാൻ ചെയ്ത തെറ്റുകളും ഞാൻ നഷ്ടപ്പെടുത്തിയ ആളുകളും എല്ലാം എന്നെ ഒരു പാഠം പഠിപ്പിച്ചു അല്ലെ. ജീവിതം പരിപൂർണമായ ആളുകളുടെ കഥയൊന്നുമല്ല, തെറ്റുകൾ ചെയ്തിട്ടും വീണ്ടും എഴുന്നേറ്റ ആളുകളുടെ കഥയാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു റിഗ്രറ്റിന്റെ ഭാരം ചുമക്കുകയാണെങ്കിൽ അത് നമ്മളുടെ അവസാനമല്ല എന്ന് നമ്മൾ ചിന്തിക്കണം. ആ വേദനയെ ഒരു അറിവാക്കി, ആ കണ്ണീരിനെ ഒരു ശക്തിയാക്കി, ആ തെറ്റിനെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാഠമാക്കി, അങ്ങനെ ഒരു ദിവസം നമ്മൾ പിന്നിലേക്ക് നോക്കുമ്പോൾ ആ തെറ്റ് സംഭവിച്ചതിൽ പോലും നന്ദി പറയുന്ന ഒരാളായി നമ്മൾ മാറിയിരിക്കും. കാരണം ചിലപ്പോഴെങ്കിലും ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പശ്ചാത്താപങ്ങളുടെ പിന്നിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ജീവിതം പലപ്പോഴും വളരെ ആകസ്മികമായി നമ്മുടെ ജീവിതത്തിലേക്ക് പലരെയും കൊണ്ടുവരും അല്ലെ. അതിൽ ചില മനുഷ്യർ വളരെ നല്ലവരായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനായിരിക്കും വരിക അല്ലെ. എന്റെ ജീവിതത്തിൽ അങ്ങനെ എനിക്ക് വളരെ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. ചില ദിവസങ്ങളിൽ മണിക്കൂറുകളോളം സംസാരിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരാന് അങ്ങനെ ആകസ്മികമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർക്ക് കഴിയും അല്ലെ. അത്തരം സംസാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൂടുതൽ കാര്യങ്ങൾ തെളിമയോടെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്ഷീണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സ്വന്തം പ്രശ്നങ്ങൾ കൊണ്ടല്ല, മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അല്ലെ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരാളെ വളരെയധികം സ്നേഹിക്കുന്നു, നമ്മൾ കുറെ മെസ്സേജ് അയക്കും, വിളിക്കും, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കും, ബന്ധം നിലനിർത്താൻ എല്ലാ ശ്രമവും നടത്തും. പക്ഷെ അവർ പതിയെ അകന്നു പോവുകയാണ്. നമ്മൾ വീണ്ടും കൂടുതൽ ശ്രമിക്കും, അവർ വീണ്ടും കൂടുതൽ അപ്പൊ ശക്തമായിട്ട് അകലും. അപ്പോൾ പലരും ചോദിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്താണ് എന്റെ കുറവ്, എങ്ങനെയാണ് ഞാൻ അവരെ തിരികെ കൊണ്ടുവരിക. പക്ഷെ ലെറ്റം തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അതായത് അവര് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോകട്ടെ. ഈ ലെറ്റം തിയറി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം ശക്തമായത് എന്ന് അറിയാമോ? കാരണം ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും, പക്ഷെ ഒരാളെ നിർബന്ധിച്ച് നമ്മളെ സ്നേഹിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. ഒരാളെ നമുക്ക് വിലമതിക്കാം, പക്ഷെ നമ്മളെ വിലമതിക്കാൻ അവരെ നിർബന്ധിക്കാനാകില്ല അല്ലെ. അത് മറ്റൊരു വ്യക്തിയാണ്. ഒരാളെ കൂടെ നിർത്താൻ നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ പിടിച്ചു നിർത്താൻ നമുക്ക് ഒരിക്കലും കഴിയില്ല അല്ലെ. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് കൂടെ നിൽക്കാനാണ്, ചില ആളുകൾ വരുന്നത് നമ്മളെ ഒരു പാഠം പഠിപ്പിക്കാനാണ്.
അവർ പോകാൻ തീരുമാനിച്ചാൽ വാതിൽ അടച്ചു പിടിച്ചു നിർത്തേണ്ട ഒരാവശ്യമില്ല. കാരണം പോകാൻ തീരുമാനിച്ച ഒരാളുടെ ശരീരം മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാകുകയുള്ളൂ. പക്ഷെ മനസ്സ് അതിനകം പോയി കഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് അവര് നമ്മളോട് പോകാൻ ആഗ്രഹിക്കുന്നത് തന്നെ. അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ചിലര് നമ്മളെ തെറ്റിദ്ധരിക്കും, ചിലര് നമ്മളെ കുറിച്ച് കഥകൾ ഉണ്ടാക്കും, ചിലര് നമ്മുടെ നല്ല മനസ്സിനെ പോലും ഒരു ദൗർബല്യമായിട്ട് കാണും, ചിലര് നമ്മൾ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും ജീവിതം മുഴുവൻ അതിന് മതിയാകില്ല. ആ ഒരു രീതിയിൽ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ലെറ്റം ജഡ്ജ്. നിങ്ങൾ ആരാണെന്ന് നമ്മൾക്കറിയാം അല്ലെ? നമ്മൾ ആരാണെന്ന് നമ്മൾക്കറിയാം. സത്യം തെളിയിക്കാൻ എല്ലാ യുദ്ധവും പോരാടേണ്ടതില്ല. അവരെന്താണോ ചിന്തിക്കുന്ന ആ രീതിയിൽ അവർ നമ്മളെ കുറിച്ച് ചിന്തിച്ചോട്ടെ. നമ്മൾ അതിനെക്കുറിച്ച് അധികം വ്യാകുലപ്പെടുകയോ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ സമയം കളയോ ചെയ്യേണ്ട ആളുകളില്ല, ആവശ്യമില്ല. ചില ആളുകൾ ദിവസങ്ങളോളം നമ്മളെ അന്വേഷിക്കില്ല അല്ലെ? മെസ്സേജുകൾക്ക് മറുപടി തരില്ല. നമ്മളുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടാലും അവർക്കൊരു പ്രശ്നമില്ലെന്ന് തോന്നിക്കും അല്ലെ? അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, ഞാൻ ഇനിയും എന്താണ് ചെയ്യേണ്ടത്? അപ്പം അതൊക്കെ നോക്കുമ്പം ലെറ്റം തിയറി എന്ന് പറയുന്ന ഒരു തിയറി പറയുന്നത് ഒന്നും ചെയ്യണ്ട, ലെറ്റം. കാരണം നിങ്ങളെ വിലമതിക്കുന്ന ആളുകൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പേടിയുണ്ടാകും. അപ്പൊ അവര് നമ്മളെ അന്വേഷിക്കാതിരിക്കോ, നമ്മളെ വിളിക്കാതിരിക്കോ, മെസ്സേജ് വിടാതിരിക്കോ ഒന്നും ചെയ്യില്ല. നമ്മളെ വിലമതിക്കാത്ത ഒരാളുകള് നമ്മളൊരിക്കലും അന്വേഷിക്കില്ല, വിളിക്കില്ല, നമ്മളിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കും. അപ്പൊ ലെറ്റം. നമ്മൾ കുറച്ച് കൂടുതൽ ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെറ്റം തിയറി എന്ന് പറയുന്നത് അവരെ കുറിച്ചല്ല എന്ന് മനസ്സിലാവും. അത് നമ്മളെ കുറിച്ച് തന്നെയാണ്. അവരെ പോകാൻ അനുവദിക്കുക, പക്ഷെ നിങ്ങളെയും വിട്ടുകളയരുത്. അവർ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങ് തിരഞ്ഞെടുക്കുക അല്ലെ? നമ്മളെ തന്നെ അങ്ങ് തിരഞ്ഞെടുക്കുക. അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മളെ തന്നെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങുക. അവർ നിങ്ങളെ വിലമതിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മൂല്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അല്ലെ? ഈ മനോഹരമായ കോഞ്ചിയ ചെടിയുടെ തൈകൾ നമ്മൾ വിൽക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അതുപോലെ ഫാഷൻ ഫ്ലോറ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ചെടിയും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി ക്രീപ്പർ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫാഷൻ ഫ്ലോറയുടെ പൂക്കൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മുറ്റത്ത് ഒരുപാട് വിരിയാറുണ്ട്. ഇത് കണ്ടോ, ഒരു തണ്ടിൽ തന്നെ ഒത്തിരി പൂക്കൾ വിരിയൂല്ലേ? എന്ത് മനോഹരമായ പൂക്കളാണല്ലേ? എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ അശ്വൻ ജോലിക്ക് പോകുമ്പോൾ ഗേറ്റ് അടച്ചിട്ട് ഞാനും നമ്മുടെ ഐറമോളും ഡിയോണക്കുട്ടിയും കൂടി മുറ്റത്ത് കൂടി ഇങ്ങനെ കുറച്ചു നേരം ഒന്ന് ഉലാത്തു കേട്ടോ. കുറെ നേരം പൂക്കളൊക്കെ കണ്ട് പുതിയ പൂക്കൾ വിരിഞ്ഞത് ഏതൊക്കെയെന്ന് നോക്കി, ഏതെങ്കിലും ചെടികൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി, എന്താ മനസ്സിന് ഏറ്റവും കൂടുതൽ ഒരു മെഡിറ്റേഷന്റെ അതേ ഗുണം ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്ക് ശരിക്കും. പച്ചപ്പും ആ കൂടെ പൂക്കളും ആ ഒരു രീതിയിലുള്ള അന്തരീക്ഷത്തിൽ കൂടി നമ്മളിങ്ങനെ നടക്കുമ്പോ കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ കുറച്ചു നേരമൊക്കെ അതിൽ നടന്നതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് പോകും. ഹായ് കൂട്ടരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുമല്ല കേട്ടോ. എനിക്ക് 2 ദിവസം മുമ്പ് മുതൽ ഒരു തൊണ്ടവേദന പോലെ കേട്ടോ. അപ്പം ഇന്നലെ ഞാൻ പനിയൊന്നും ആയിട്ടില്ല, പക്ഷെ തൊണ്ടവേദന നന്നായിട്ട്. എന്നെ സംബന്ധിച്ച് തൊണ്ടവേദന വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പനിയിലേക്ക് മാറി, പിന്നെ ആന്റിബയോട്ടിക് ഒക്കെ കഴിച്ച് 2-3 ദിവസം റെസ്റ്റ് എടുത്ത് അങ്ങനെ മാത്രമേ അത് കുറഞ്ഞു കിട്ടിയ ചരിത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഓർത്ത് നോക്കി, ഇന്ന് 2 ദിവസം ഞാൻ നോക്കി നമ്മുടെ തൊണ്ടയൊക്കെ ഉപ്പുവെള്ളത്തിലൊക്കെ മുക്കിയിട്ട് നോക്കി കേട്ടോ. ഗാർഗിൾ കൊള്ളുന്ന പരിപാടി നിങ്ങൾക്ക് അറിയാലോ. ചെറു ചൂടുവെള്ളത്തിൽ ഇച്ചിരി ചൂട് കൂടുതൽ വേണം. ആ രീതിയിലേക്ക് ഉപ്പ് ഇട്ടിട്ട് പിന്നെ വേണേ അതിനുള്ള മഞ്ഞൾപ്പൊടി ഇടാം. ആ രീതിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഗാർഗിൾ കൊള്ളും. അങ്ങനെ പലവട്ടം ചെയ്തൊക്കെ നോക്കി, പക്ഷെ കുറയുന്നില്ല. എന്നെ സംബന്ധിച്ച് എപ്പോൾ തൊണ്ടവേദന വന്നാലും അത് ആന്റിബയോട്ടിക് കഴിയാതെ കുറഞ്ഞു കിട്ടത്തില്ല, അത് പനിയിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ 2 ദിവസം എന്തായാലും റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും കേട്ടോ. അങ്ങനെ എന്നെ ചരിത്രം മുഴുവൻ ഞാനോർത്ത് ഓക്കെ പോയി മരുന്ന് മേടിച്ചേക്കാം, ആന്റിബയോട്ടിക് ഒക്കെ മേടിച്ചിട്ട് വരാം. ഇവിടെ നമ്മുടെ തൊട്ടടുത്തൊരു ചെറിയ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ പോയിട്ട്, അപ്പൊ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ സാധനമൊക്കെ കൊടുക്കുന്ന അതിന്റെ അടുത്ത് തന്നെയാണ് അതിന്. ഞാനോർത്ത് 1-2 ദിവസത്തിനുള്ളിൽ കിട്ടേണ്ട ഒരു അത്യാവശ്യമായിട്ട് 1-2 പേരുടെ പ്രൊഡക്റ്റ് കൊടുക്കാനുണ്ട്. അപ്പൊ ആ കൂടെ ഒരു കുറച്ചും കൂടി പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ ഓർത്തു. പക്ഷെ ഞാൻ കുറച്ചുകൂടെ എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും പോലെ വേണോർത്ത് ഓക്കെ ഒരു 5-8 എടുത്ത് വെച്ചോളൂ. അപ്പൊ അത് പാക്ക് ചെയ്തിട്ട് അങ്ങ് പോകാം. പിന്നെ പോയിട്ട് മരുന്ന് മേടിച്ചിട്ട് 2-3 ദിവസം റെസ്റ്റ് എടുക്കാം. ഇനിയിപ്പോ നമുക്ക് കുറേ കൊറിയർ അയക്കാനുണ്ട്. അത് പക്ഷെ ഞാനൊരു 3 ദിവസം ഒക്കെ ഇനി ഇത് പനിയാവും എന്തായാലും. പനിച്ചൊക്കെ കിടക്കേണ്ടി വരും. നാളെ മുതൽ പനിയൊക്കെ തുടങ്ങും. ഇന്ന് തൊണ്ടവേദന അങ്ങനെ കൂടി വന്നിട്ട് അങ്ങനെയാണ് ചരിത്രം. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി അടുത്ത ട്രിപ്പ് അയക്കത്തുള്ളൂ കേട്ടോ. പറ്റിയിട്ടുണ്ടെങ്കിൽ പനിയൊന്നും ആയില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ അയക്കും. ഒത്തിരി പ്രോഡക്റ്റ് അയക്കാനുണ്ട്. നമുക്ക് നമ്മുടെ മാറ്റുകളും കുറേ ചെടികളും ഒക്കെ ഓർഡർ വന്നിട്ടുണ്ട്. അതെല്ലാം അയക്കാനുണ്ട്. അത് ഓക്കെ, പക്ഷെ ഒരു 2-3 ദിവസം ചിലപ്പോൾ എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും. അങ്ങനെയാണ്. എന്തായാലും ഞാൻ വേഗം പോയിട്ട് മരുന്ന് മേടിച്ചിട്ട് വരട്ടെ. അശുകൊച്ചി ജോലിക്ക് പോയി രാവിലെ തന്നെ. അവനെ ലീവ് എടുപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തു. എന്തായാലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഓഫ് എടുത്താൽ മതിയല്ലോ. അങ്ങനെ പിന്നെ ഞാൻ അമൃതേനെ വിളിച്ചില്ല. കാരണം അവള് ഓൾറെഡി പ്രഗ്നന്റ് ആണ്, 8 മാസത്തിന്റെ അടുത്തേക്ക് എത്താനായി. അപ്പം പക്ഷെ അവളോട് പറഞ്ഞാൽ അവൾ അപ്പൊ തന്നെ വരും കേട്ടോ. എന്നാലും ഓട്ടോയ്ക്ക് ഒത്തിരി കുടുങ്ങി യാത്ര ചെയ്യണ്ടെന്ന് ഓർത്തു. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോകാന്ന് ഓർത്തു. നമുക്ക് ഓട്ടോച്ചേട്ടനെ വിളിച്ചിട്ട് ഈ കുറച്ച് പ്രൊഡക്റ്റ് പാക്ക് ചെയ്യാനാണ്. അത് അങ്ങ് പാക്ക് ചെയ്തെടുത്തിട്ട് നേരെ പോയിട്ട് മരുന്നൊക്കെ മേടിച്ചിട്ട് വരാം. അപ്പൊ പോണ വഴിക്ക് പറ്റി ഞാൻ ഷൂട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ പാക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ കാണിച്ചു തരാം. ഒത്തിരി ഓർഡറുകൾ വന്ന് നടക്കുന്നു. എനിക്ക് അതാണ് ടെൻഷൻ. ഇനി കുറേ എണ്ണം
കാരണം എനിക്ക് ലേബൽ ഒട്ടിക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് പിന്നെ ഞാൻ ചെയ്യും. പക്ഷെ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് അയക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പനിയൊക്കെ കഴിഞ്ഞിട്ട് പനിയൊക്കെ കഴിഞ്ഞിട്ട് അയക്കാം അടുത്ത ട്രിപ്പ് അയക്കുന്നത് കേട്ടോ. എന്തായാലും നിങ്ങൾ ഓർഡർ തരാൻ പഠിക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അയക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ പാക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കൂട്ടുകാരെ, ഇവര് മേടിച്ചേക്കുന്ന നല്ല പോക്കറ്റുള്ള 2 പോക്കറ്റ് ഉണ്ട്. നല്ല ജീൻസിന്റെ ഏപ്രൺ ആണ്, ഇത് അടിപൊളിയാണ്. പിന്നെ നല്ല ഗ്ലൗസും പാത്രമൊക്കെ കഴിയാനുള്ള കിച്ചൺ യൂസിനുള്ള ഗ്ലൗസ് മേടിച്ചിട്ടുണ്ട്. ഇവരിതാ ലിപ് ബാമുകൾ മേടിച്ചേക്കുന്നത്. ഇവര് പിന്നെ 4 പാക്കറ്റ് കസ്തൂരി മഞ്ഞൾ, 4 പാക്കറ്റ് ഫേസ് പാക്കുമാണ് മേടിച്ചേക്കുന്നത്. 4 ഇല്ലേ? 1 2 3 ഓക്കെ ഉണ്ട്. ഇവര് പിന്നെ കോഫി ക്യൂബ്സും കറി മഞ്ഞളുമാണ് മേടിച്ചേക്കുന്നത്. ഇവര് രക്തശാലി ഫേസ് പാക്ക്. ഇത് പിന്നെ 2 ഗ്രീൻ ടീയുടെ ആണ്. ഗ്രീൻ ടീയുടെ 2 പാക്കറ്റും. ഇത് നമുക്ക് ദോശക്കല്ലിലൊക്കെ എണ്ണ പറ്റാൻ പറ്റുന്ന ആ ഒരു ചകിരിയാണ്. പിന്നെ ഇതാ ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചറൊക്കെയാണ്. ഇവിടെ അത് ബോഡി മോയ്സ്ചറും ബ്രായുമാണ്. ഇത്രയാണ് ഞാൻ ഇവിടെ പാക്ക് ചെയ്യാൻ എടുത്ത് വെച്ചോളൂ. 1-2 എമർജൻസി ആയിട്ട് കിട്ടാനുള്ളത്. ബാക്കിയുള്ളത് പിന്നെ ഞാൻ എടുത്ത് വെച്ചപ്പോഴത്തേക്കും പിന്നെ എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, ഞാൻ നിർത്തി. അപ്പൊ നമുക്ക് ഇത്രയും പാക്ക് ചെയ്തിട്ടൊന്ന് പോവാം. ഇത് നമ്മുടെ മനോഹരമായ മരമുല്ലയാണ് കേട്ടോ. നിറയെ പൂക്കളുണ്ടാവും, നല്ല മണമുണ്ട്. ഇതിന്റെ തൈകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്തരത്തിൽ ഒത്തിരി ചെടികളും അതുപോലെ തന്നെ നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്റ്റുകളും ഹെൽത്ത് പ്രൊഡക്റ്റുകളും ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വന്നാൽ അത്തരം കാര്യങ്ങളൊക്കെ കണ്ടും കേട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നമ്മളൊന്ന് ഡീപ്പായിട്ട് ആലോചിച്ച് നോക്കിയ ഈ മനോഹരമായ വെള്ളപ്പൂക്കളെക്കാൾ സുന്ദരമാണ് നമ്മുടെ ജീവിതം, അല്ലെ? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. എന്നെ സ്നേഹിക്കാൻ ഞാനിപ്പോൾ ആരെയും നിർബന്ധിക്കുന്നില്ല. എന്നോടൊപ്പം നിൽക്കാൻ ഞാൻ ആരോട് യാചിക്കാറില്ല. എന്നെ മനസ്സിലാക്കാൻ ഞാൻ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഓടി നടക്കാറില്ല. പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ വാതിൽ തുറന്നു കൊടുക്കും. കാരണം എന്റെ മൂല്യം ഒരാളുടെ സാന്നിധ്യം കൊണ്ടല്ല തീരുമാനിക്കപ്പെടേണ്ടത്, അല്ലെ? എന്നെ തിരഞ്ഞെടുക്കാത്തവരും ഉണ്ടാകാം, തിരഞ്ഞെടുക്കുന്നവരും ഉണ്ടാകാം. പക്ഷെ ഞാൻ എന്നെ എന്തായാലും തിരഞ്ഞെടുത്തിരിക്കും, അല്ലെ? എന്നെ വിട്ടുപോകുന്നവരുണ്ടാകാം, പക്ഷെ ഞാൻ എന്നെ ഒരിക്കലും വിട്ടുപോകാൻ എന്നെ തന്നെ അനുവദിക്കത്തില്ല. അതാണ് ലത്തം തിയറിയുടെ യഥാർത്ഥ ശക്തി. നമ്മൾ ആദ്യം സംസാരിച്ച കാര്യം ലത്തം കോ എന്ന് പറയുന്നത്, അതായത് നമ്മളെ തന്നെ തിരഞ്ഞെടുക്കുന്നതിന് തുല്യമാണ്. ഇത് നമ്മുടെ ബുഹീനിയ എന്ന് പറയുന്ന ചെടി വിരിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. അതിസുന്ദരിയാണ് ബുഹീനിയ. ഇതിന്റെ തൈകളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ മേടിച്ചു നട്ടില്ലെങ്കിൽ വൻ നഷ്ടമാണ്. അതുകൊണ്ട് എന്തായാലും മേടിച്ചോളൂ കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അന്തരീക്ഷമൊക്കെ വീണ്ടും മാറി തുടങ്ങി കേട്ടോ. മഴയൊക്കെ ചെറുതായിട്ട് ചാറി തുടങ്ങി. എന്റെ ജോലികളെല്ലാം അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്റെ മനസ്സിലെ മെഡിറ്റേഷൻ ചിന്തകൾ എപ്പോഴും ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതൊക്കെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ദുഃഖം ആളുകൾ നമ്മളെ വിട്ടുപോകുന്നത് കൊണ്ടല്ല, അല്ലെ? അവർ പോകാതിരിക്കാൻ നമ്മൾ നടത്തിയ യുദ്ധം ഓർത്തുകൊണ്ടും അതിന് നമ്മളെടുത്ത എനർജി ഓർത്തുകൊണ്ടും ആയിരിക്കും നമ്മുടെ ഏറ്റവും വലിയ യുദ്ധം, അല്ലെ? നമ്മൾ പലരുടെയും പിന്നാലെ ഓടുന്നുണ്ട്, അവർക്ക് വേണ്ടി മാറുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഒത്തിരി കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കും, അല്ലെ? നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിച്ച ചില ആളുകള് ഇതിനകം തന്നെ പോവാൻ തീരുമാനിച്ചവരാണ്, അല്ലെ? നിങ്ങളിൽ ഇപ്പൊ പലരും ഉണ്ടാവും ഇപ്പൊ ഒരു വിവാഹ ജീവിതമൊക്കെ അവസാനിപ്പിക്കേണ്ടി വരുന്നവര്, അവസാനിപ്പിച്ചവര്, അല്ലെങ്കിൽ ഒരു പ്രേമബന്ധമൊക്കെ തകർന്നിരിക്കുന്നവര്, അല്ലെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും സ്നേഹിച്ച ഒരു വ്യക്തി വിട്ടുപോയവര്, അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ടാവും, അല്ലെ? ഒരു സ്ത്രീയുടെ വിവാഹ ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ഒരുപാട് വർഷം അതിനെക്കുറിച്ച് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, അല്ലെ? ഞാൻ കുറച്ചുകൂടി സഹിച്ചിരുന്നെങ്കിൽ, ഞാൻ കുറച്ചുകൂടി മാറിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ. പിന്നീട് പക്ഷെ നമുക്ക് മനസ്സിലാകുന്ന, അല്ലെങ്കിൽ ആർക്കായാലും മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്, അല്ലെ? ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വയം നഷ്ടപ്പെടുത്തുന്ന ഒരു സ്നേഹമേ അല്ല. ഒരാൾ പോകാൻ തീരുമാനിച്ചെങ്കിൽ അല്ലെങ്കിൽ ലെറ്റ് ഹിം, അത് ആ ഒരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലെ? ഇപ്പൊ ഒരാൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു അധ്യായമായിരുന്നു ഒരാള്. അപ്പൊ മുഴുവൻ ഒരു പുസ്തകമല്ല, ഒരു അധ്യായം മാത്രമാണ്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ അങ്ങനെയൊക്കെ ചിന്തിച്ചതിന് ശേഷമാണ് ആ ഒരു സ്ത്രീക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിക്കാനും ജീവിതത്തെ സ്നേഹിക്കാനും വീണ്ടും സ്വയം ഉള്ളിലെ സമാധാനം കണ്ടെത്താനും ഒക്കെ കഴിയുക എന്ന് പറയുന്നത്. ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ പോലും ചിലർ നമ്മളെ മനസ്സിലാക്കണമെന്നില്ല, അല്ലെ? എന്ത് ചെയ്താലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നല്ലത് ചെയ്താലും അതിലൊരു തെറ്റ് കാണും. നമ്മൾ വർഷങ്ങളോളം അവരെ ബോധ്യപ്പെടുത്താനും ശ്രമിക്കും. പക്ഷെ അത് ഒരിക്കലും വിജയിക്കണമെന്നില്ല, അല്ലെ? കാരണം നമ്മളെ തെറ്റിദ്ധരിക്കാൻ തീരുമാനിച്ച ഒരാളെ ബോധ്യപ്പെടുത്താൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. അപ്പോൾ ലെറ്റ് ദം തിങ്ക് വാട്ട് ദേ വാണ്ട്, ആ ഒരു രീതിയിലേക്ക് അതിനെ വിടുക. നമ്മളുടെ സമാധാനം നമ്മളങ്ങ് സംരക്ഷിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വൃക്ഷത്തിന് 2 പക്ഷികൾ ഉണ്ടായിരുന്നു എന്ന് കരുതുക. ഒന്ന് എല്ലാ ദിവസവും പറന്നു പോകും, വീണ്ടും തിരിച്ചു വരും. മറ്റൊന്ന് പേടിച്ച് അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. ഒരു ദിവസം ആദ്യത്തെ പക്ഷി പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പറക്കാൻ അനുവദിക്കൂ. കാരണം പിടിച്ചു വയ്ക്കുന്നത് സ്നേഹമല്ല, സ്വാതന്ത്ര്യം നൽകുന്നതാണ് യഥാർത്ഥ സ്നേഹം.
നമ്മളിൽ പലരും പറയാറില്ലേ, ഓ അവൻ പോയതിൽ പിന്നെ, അല്ലെങ്കിൽ അയാൾ പോയതിൽ പിന്നെ, അല്ലെങ്കിൽ അവള് പോയതിൽ പിന്നെ ഞാൻ അങ്ങ് തകർന്നു പോയെന്ന്. പക്ഷേ അതല്ല അതിലെ സത്യം അല്ലേ. അവർ വിട്ടുപോയത് കൊണ്ടല്ല നമ്മൾ തകർന്നു പോകുന്നത് അല്ലേ. അവര് പോയി കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ പുറകെ ഓടുന്നത് കൊണ്ടാണ് നമ്മൾ തകർന്നു പോകുന്നത്. നമ്മുടെ മനസ്സ് വിട്ട് നമ്മൾ തിരിച്ചെടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ തകർന്നു പോകുന്നത് അല്ലെ. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠങ്ങൾ ഒന്നാണിത്. എല്ലാവരും എന്നെ തിരഞ്ഞെടുക്കുന്നില്ല, എല്ലാവരും എന്നെ മനസ്സിലാക്കുന്നില്ല, എല്ലാവരെയും എന്റെ കൂടെ അവസാനം വരെ നിൽക്കാനും പോകുന്നില്ല. ഒരു കാലത്ത് അത് എന്നെ തകർത്തിരുന്നു സത്യത്തില്. പക്ഷെ ഇപ്പൊ ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ മതിയാകും, എന്നെ വിലമതിക്കുന്നവർക്ക് ഞാൻ പ്രത്യേകതയുള്ളവളായിരിക്കും അല്ലെ. എന്നെ വിട്ടുപോകുന്നവർക്ക് പിന്നാലെ ഞാൻ ഓടേണ്ട ഒരു ആവശ്യമില്ല അല്ലെ. കാരണം ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആളുകളെ മാറ്റുന്നത് ശിക്ഷിക്കാനേ അല്ല, നമ്മൾ സംരക്ഷിക്കാനാണ്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുക, താമസിക്കാൻ ആഗ്രഹിക്കുന്നവരെ, നമ്മുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ, നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ വളരെയധികം വിലമതിക്കുക. പക്ഷെ എന്ത് സംഭവിച്ചാലും സ്വയം ഒരിക്കലും വിട്ടുപോകരുത് അല്ലെ. ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തകർന്നു പോകത്തില്ല. ഓരോ ദിവസവും നമുക്ക് സുന്ദരമാക്കി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാലത്ത് ആളുകൾ എന്നെ വിട്ടു പോകുമ്പോൾ ഞാൻ തകർന്നിരുന്നു കേട്ടോ. ഇന്ന് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, പോകാൻ ആഗ്രഹിക്കുന്നവരെ പിടിച്ചു നിർത്തുക എന്നതല്ല എന്റെ ജോലി, അവരെ ബോധ്യപ്പെടുത്തുക എന്നതുമല്ല എന്റെ ജോലി, എന്നെ വിലമതിക്കാത്തവരുടെ പിന്നാലെ ഓടുക എന്നതുമല്ല എന്റെ ജോലി. എന്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ എന്നെ വിലമതിക്കുക, എന്റെ സമാധാനം സംരക്ഷിക്കുക, എന്റെ സ്വപ്നങ്ങളെ പിന്തുടരുക, എന്നെ സ്നേഹിക്കുന്നവരെ ഹൃദയത്തോടെ സ്വീകരിക്കുക, പോകുന്നവരെ അനുഗ്രഹിച്ച് തന്നെ വിടുക. കാരണം ഞാൻ ഇനി ആരുടെയും പിന്നാലെ ഓടുന്നില്ല, ഞാൻ എന്റെ ജീവിതത്തിലേക്ക് മുന്നോട്ട് നടക്കുകയാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും അതിസുന്ദരമായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ജീവിതത്തിൽ ഒരുപാട് പുരുഷന്മാരാണെങ്കിലും ചില സ്ത്രീകളാണെങ്കിലും തെറ്റിദ്ധരിച്ച് കരുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ. ഒരു സ്ത്രീയെ ആകർഷിക്കുന്നത് ഒരു പുരുഷന്റെ സൗന്ദര്യമോ ഉയരമോ പണമോ ശരീര സൗന്ദര്യമോ ഒക്കെ ആണ് എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്നത് എന്താണ്? അവളുടെ ജീവിതത്തിൽ അവൾക്ക് സുരക്ഷിതത്വം, അതായത് സേഫ്റ്റി തോന്നിപ്പിക്കുന്ന ഒരു പുരുഷനെയാണ് അവൾക്ക് ഏറ്റവും സൗന്ദര്യമുള്ളവനായിട്ട് തോന്നുക അല്ലെ. അവൾക്ക് ഭയമില്ലാതെ സംസാരിക്കാൻ കഴിയണം, അവൾ എന്ത് ചിന്തിക്കുന്നു എന്ന് തുറന്നു പറയാൻ കഴിയണം, താൻ ആരാണോ അതുപോലെ തന്നെ നിൽക്കാൻ കഴിയണം. ഓരോ മെസ്സേജിനെയും കുറിച്ച് മണിക്കൂറുകളോളം ചിന്തിക്കേണ്ടതില്ല അല്ലെ. അവൻ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് ആശങ്കപ്പെടേണ്ടതില്ല അല്ലെ. കാരണം എനിക്കറിയാം ഈ മനുഷ്യൻ എന്നെ കുഴപ്പത്തിലാക്കിയില്ല എന്നുള്ളത് അവൻ വ്യക്തമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇപ്പം രണ്ട് പുരുഷന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ആൾ വളരെ സുന്ദരനാണ്, നല്ല ജോലിയുണ്ട്, നല്ല പണമുണ്ട്, പക്ഷെ ചില ദിവസങ്ങളിൽ സംസാരിക്കും, പിന്നെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും, വീണ്ടും വരും, വീണ്ടും പോകും. അപ്പം അവൾ എപ്പോഴും ഒരു ആശയക്കുഴപ്പത്തിലാണ് അല്ലെ. രണ്ടാമത്തെ ആളാകട്ടെ സാധാരണക്കാരനാണ്, പക്ഷെ അവൻ പറയുന്നത് ചെയ്യുന്നു. വരാമെന്ന് പറഞ്ഞാൽ വരും, വിളിക്കാമെന്ന് പറഞ്ഞാൽ വിളിക്കും, പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറയും, അവളെ ബഹുമാനിക്കും, അവളെ കേൾക്കും, അവളുടെ സംശയങ്ങളിലും ആശങ്കകളിലും അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ജീവിക്കാൻ വിടില്ല. അപ്പോൾ ആ സ്ത്രീ ആരുടെ കൂടെയാണ് കൂടുതൽ സമാധാനം അനുഭവിക്കുക? തീർച്ചയായും രണ്ടാമത്തെ ആളുടെ കൂടെ ആയിരിക്കും അല്ലെ. കാരണം സുരക്ഷിതത്വം എന്ന് പറയുന്നത് സൗന്ദര്യത്തെക്കാൾ 10 മടങ്ങ് ശക്തമായ ആകർഷണമാണ്. അപ്പൊ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്, പല സ്ത്രീകളും വർഷങ്ങളോളം കൺഫ്യൂഷനിലാണ് ജീവിക്കുന്നത്. അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അവൻ മാറിയത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എന്തുകൊണ്ടാണ് അവൻ മറുപടി തരാത്തത്? ഈ ചോദ്യങ്ങൾ മനസ്സിനെ ക്ഷീണിപ്പിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. പക്ഷെ ശരിയായ മനുഷ്യ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾ പതിയെ ഇല്ലാതാകും. കാരണം അവന്റെ പ്രവൃത്തികൾ തന്നെ മറുപടിയാകും. പലപ്പോഴും സിനിമകളിലും കഥകളിലും നമ്മളെ പഠിപ്പിക്കുന്നത് ബട്ടർഫ്ലൈസ് ഈക്വൽ ടു ലവ് എന്നാണ്. ഹൃദയം വേഗത്തിൽ ഇടിക്കുക, എപ്പോഴും ടെൻഷൻ, എപ്പോഴും എക്സൈറ്റ്മെന്റ്, എപ്പോഴും പേടി, ഇതാണ് പ്രണയം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളതും മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ ജീവിതം പിന്നീട് നമ്മളെ പഠിപ്പിക്കുന്ന എന്താണെന്ന് അറിയാമോ? അത് പലപ്പോഴും പ്രണയമല്ല, അത് അനിശ്ചിതത്വമാണ്, അത് ശരിക്കും ഭയമാണ്, അത് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് പലപ്പോഴും ശാന്തമാണ്, അത് മനസ്സിന് സമാധാനം നൽകും. നിങ്ങൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ തെളിയിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു ഭയങ്കരമായ സുന്ദരമായ ഒരു അവസ്ഥയാണ് യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആളുകളെ അവരുടെ വാക്കുകൾ കൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും അളക്കാതിരുന്നാൽ മതി. അവർ നിങ്ങളെ എങ്ങനെ ഫീൽ ചെയ്യിക്കുന്നു എന്നതാണ് നമ്മൾ എപ്പോഴും ഒബ്സർവ് ചെയ്യേണ്ടത്. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് സമാധാനമുണ്ടോ? നമുക്ക് നമ്മളായി തന്നെ ഇരിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സ് ശാന്തമാണോ? അങ്ങനെയാണെങ്കിൽ അത് വളരെ വിലപ്പെട്ട ഒരു ബന്ധമാണ്. ഒരു കാലത്ത് ഞാൻ കരുതിയിരുന്നതും പ്രണയം എന്നത് എപ്പോഴും ഹൃദയം വേഗത്തിൽ ഇടിക്കുന്ന ഒരു വികാരമാണ്. പക്ഷെ ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നു. യഥാർത്ഥ സ്നേഹം എന്ന് ഹൃദയത്തെ ഓടിക്കോ മിടിപ്പിക്കോ
ഒന്നും ചെയ്യുന്നില്ല. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഹൃദയത്തെ വിശ്രമിക്കാനാണ് അനുവദിക്കുന്നത്. നമ്മൾ ആരാണെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരാളുടെ കൂടെ, നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്ന് പേടിക്കാത്ത ഒരാളുടെ കൂടെ, നമുക്ക് സുരക്ഷിതത്വം തോന്നുന്ന ഒരാളുടെ കൂടെ, അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നത്. ആ സമാധാനമാണ് ഏറ്റവും മനോഹരമായ പ്രണയം. ഞാനിപ്പോഴത് അനുഭവിക്കുന്നുണ്ട്. പൈങ്കിളി പ്രണയത്തെ കുറിച്ചൊന്നും അല്ല കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. ഒരു സ്ത്രീയുടെ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം പല സ്ത്രീകളും ജീവിതത്തിൽ ഒരുപാട് വേദനകളും നിരാശകളും തെറ്റിദ്ധാരണകളും അനുഭവിച്ചിട്ടുണ്ടാകും. അതിനുശേഷം അവർ അന്വേഷിക്കുന്ന പൂർണ്ണനായ ഒരു പുരുഷനെ ആയിരിക്കത്തില്ല, മനസ്സിന് വിശ്രമം നൽകുന്ന ഒരാളെ ആയിരിക്കും, അല്ലെ? അത് ആരും ആകാം. നമ്മളെ തന്നെ തിരഞ്ഞെടുത്ത് നമ്മളുടെ മൂല്യം മനസ്സിലാക്കി നമ്മൾ തന്നെ വിലമതിച്ച് നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എനർജി ഫീൽഡ് മാറും. അത് മുഴുവനും പോസിറ്റീവ് ആകും, അല്ലെ? അത്തരത്തിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മളിലേക്ക് അട്രാക്ട് ആകുന്ന മനുഷ്യരും അത്തരത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്നതായി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, മഴ വന്നാലും വെയിൽ വന്നാലും കാറ്റ് വന്നാലും ആ വൃക്ഷം അവിടെ തന്നെയുണ്ട്, അല്ലെ? അത് നമ്മളെ സംരക്ഷിക്കുന്നു, അത് നമ്മളെ ശാന്തമാക്കുന്നു, അല്ലെ? ഒരു നല്ല മനുഷ്യനും അതുപോലെയാണ്. അത് ആണാകാം പെണ്ണാകാം. അവൻ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമെന്നില്ല, അവൾ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ പരിഹരിച്ചു തരണമെന്നില്ല. പക്ഷെ അവൻ നമ്മളെ ഒറ്റയ്ക്ക് നേരിടാൻ വിടില്ല. അതൊന്നും അതാണ് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതത്വമായി തോന്നുന്നത്. അത് പുരുഷനാകാം, സ്ത്രീയാകാം, ആരുമാകാം, അല്ലെ? ഒരു സ്ത്രീ ഒരു ഹീറോ വേണ്ട, എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന സൂപ്പർമാനും വേണ്ട. അവൾക്ക് വേണ്ടതെന്ന് പറയുന്നത് വരാമെന്ന് പറഞ്ഞാൽ വരുന്ന ഒരാൾ, കേൾക്കാമെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ, സ്നേഹിക്കാമെന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്ന ഒരാൾ, പോകാതെ നിൽക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളാണ് ഏത് സ്ത്രീയുടെയും സ്വപ്നം, അല്ലെ? ഒരു കാലത്ത് ഞാനും കരുതിയിരുന്നു ബന്ധങ്ങൾ എന്ന് പറയുന്നത് വലിയ വാക്കുകളും വലിയ വാഗ്ദാനങ്ങളുമാണെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ബന്ധങ്ങൾ എന്ന് പറയുന്നത് സുരക്ഷിതത്വമാണ്. എന്റെ മനസ്സ് എപ്പോഴും യുദ്ധം ചെയ്യേണ്ടി വരാത്ത ഒരു സ്ഥലം, ഞാൻ എന്ത് പറഞ്ഞാലും തെറ്റിദ്ധരിക്കപ്പെടില്ല എന്നുള്ളൊരു വിശ്വാസം, ഞാൻ കരഞ്ഞാൽ അത് ഞാൻ ദുർബലയാണ് എന്ന് കാണില്ല എന്നുള്ള ഉറപ്പ്, ഞാൻ മിണ്ടാതിരുന്ന ഒരു ഹൃദയം. കാരണം ഒരു സ്ത്രീയെ ഏറ്റവും മനോഹരമാക്കുന്നത് മേക്കപ്പോ വസ്ത്രങ്ങളോ ഒന്നും അല്ല, അല്ലെ? അവൾക്ക് ഏറ്റവും സുരക്ഷിതത്വം തോന്നുന്നത് ഒരു സ്നേഹം, ഒരു ബന്ധമാണ്, അല്ലെ? ആ സുരക്ഷിതത്വം ലഭിക്കുമ്പോൾ അവള് അഭിനയിക്കുന്ന നിർത്തും, അല്ലെ? അല്ലെങ്കിൽ ഭയപ്പെടുന്നത് നിർത്തും. അവസാനം അവൾ തന്നെ മനസ്സിലാക്കും, ഞാൻ വർഷങ്ങളോളം അന്വേഷിച്ചിരുന്നത് ആവേശത്തിന് വേണ്ടിയിട്ടല്ല, ഒരു പ്രണയത്തിന് വേണ്ടിയിട്ടല്ല, സമാധാനത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും, അല്ലെ? അപ്പൊ നമ്മളുടെ ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും അത്തരത്തില് നമ്മളെ വിലമതിക്കുന്ന, നമ്മളെ എന്താ പറയാ, നമ്മുടെ മൂല്യം നന്നായി മനസ്സിലാക്കുന്ന ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. അതിന് നമ്മൾ ഒരുപാട് വില കൊടുക്കുക. സമാധാനത്തോടുകൂടി ഇന്നത്തെ ഒരു ദിവസം എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റി, ജോലികളെല്ലാം ചെയ്തു തീർക്കാൻ പറ്റി. അടുത്ത നല്ല ദിവസത്തെ കുറിച്ചുള്ള പുതിയ സ്വപ്നങ്ങളോടുകൂടി എനിക്ക് ഇന്നിപ്പോ ഉറങ്ങാനുള്ള സമയമായിരിക്കുകയാണ്. പുതിയ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ സമാധാനം എന്ന് പറയുമ്പോ, ഇപ്പം ഒരു സ്ത്രീ ഒരു വലിയ വീട്ടിൽ താമസിക്കുന്നു, വലിയ കാറുണ്ട്, വില കൂടിയ വസ്ത്രങ്ങളുണ്ട്. പക്ഷെ അവളുടെ ഭർത്താവ് അവളെ കേൾക്കുന്നില്ല, അവളുടെ വികാരങ്ങളെ പരിഹസിക്കുന്നു, കോപം വരുമ്പോൾ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നു. അവൾക്ക് ആ വലിയ വീട്ടിൽ പോലും ഒരു ഒറ്റപ്പെടൽ തോന്നും, അല്ലെ? എന്നാൽ മറ്റൊരു സ്ത്രീ സാധാരണ ഒരു ജീവിതത്തിലാണ്, വലിയ ആഡംബരമൊന്നുമില്ല, പക്ഷെ അവളുടെ ഭർത്താവ് അവളെ ബഹുമാനിക്കുന്നു, അവൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുന്നു, അവൾ വിഷമിക്കുമ്പോൾ കൂടെയുണ്ട്. അവൾക്ക് മനസ്സിലാകുന്നു സന്തോഷം എന്ന് പറയുന്ന വീടിന്റെ വലുപ്പത്തിലോ കൂടെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല, കൂടെയുള്ള മനുഷ്യരുടെ ഹൃദയത്തിലാണ് നമ്മളുടെ സന്തോഷം, അല്ലെ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള 5 വ്യക്തികളുടെ കയ്യിൽ നിന്നും ധാരാളം സമാധാനവും സന്തോഷവും സ്നേഹവും കൈപ്പറ്റാൻ പറ്റുന്ന ഭാഗ്യവതിയാണ് ഞാൻ. ഇവിടെയുള്ള ആ ഒരു 5 ജീവികളുടെ കൂടെ അല്ല കേട്ടോ. എന്നെ കേൾക്കുന്ന ഇപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എനിക്കുണ്ട്, അല്ലെ? എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, ബാക്കി നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ എന്റെ ബ്ലോഗ് കാണുന്ന നിങ്ങൾ ഓരോരുത്തരിൽ നിന്നുള്ള ഒരുപാട് സ്നേഹം അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, മെസ്സേജുകളിൽ കൂടിയും ഫോൺ വിളികളിൽ കൂടിയും ഒക്കെ, അല്ലെ? അപ്പൊ ഞാൻ ശരിക്കും ഭാഗ്യവതിയാണ്, അല്ലെ? അപ്പൊ എന്റെ ഭാഗ്യം നിറഞ്ഞ ഈ ഒരു ദിവസം നമുക്കിവിടെ അവസാനിക്കാം. അടുത്തൊരു ദിവസം ഇനി മറ്റൊരു ചിന്തകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ ബൈ.